ഗൈസ്, അപ്പോൾ ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന പട്ടായയിലെ റൂം, ഗോൾഡൻ സീ പട്ടായ. അപ്പോൾ ഇന്ന് ജസ്റ്റ് നമ്മൾ 1 ഡേക്ക് വേണ്ടിയിട്ടാണ് പട്ടായ എടുത്തത്. നാളെ നമ്മൾ ബാങ്കോക്കിൽ പോകുന്നതുകൊണ്ട് ഇന്ന് ജസ്റ്റ് 1 നൈറ്റ് സ്റ്റേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് റൂം. ഒരു ഫ്രിഡ്ജ് ഉണ്ട്, ഒരു TV ഉണ്ട്, ഒരു ബെഡ് ഉണ്ട്, ഒരു സോഫ, പിന്നെ ഒരു കിച്ചൺ ഉണ്ട്. കിച്ചൺ നമുക്ക് കുക്ക് ചെയ്യാം. അതിനായിട്ട് ഇവിടെ അടുപ്പുണ്ട്, മീൻസ് അതുപോലെ ഓവൻ ഉണ്ട്. പിന്നെ ബാൽക്കണി, ഇവിടെ ബാൽക്കണി ഏരിയ ആണ്. വ്യൂ അടിപൊളി. ഇതിൻ്റെ അകത്ത് സാധാരണ ഹോട്ടലുള്ള നമുക്ക് ചായ അതെല്ലാം സെറ്റപ്പിലുണ്ട്. നല്ല അടിപൊളി ഹോട്ടൽ തന്നെ. ഓ, ഇത് അലമാര വാർഡ്രോബൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഇനി റെസ്റ്റ് എടുക്കട്ടെ. അങ്ങനെ റൂമിൽ നിന്ന് റെസ്റ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ടെർമിനൽ 21 എന്നുള്ള മോള് കാണാൻ വേണ്ടിയിട്ടാണ്. ഈ മോള് കംപ്ലീറ്റ് ഒരു എയർപോർട്ടിൻ്റെ തീമിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പുറത്ത് തന്നെ നിങ്ങൾക്ക് ഫ്ലൈറ്റ് ഒക്കെ നിർത്തിയിട്ടതായിട്ട് കാണാം. പുറത്ത് മാത്രമല്ല, ഇതിൻ്റെ അകത്തെ കാഴ്ചകളും നമ്മളൊരു എയർപോർട്ടിനകത്ത് പോയാലുള്ള പോലെയാണ്. കുറേ ഗേറ്റും കാര്യങ്ങളും അതുപോലെ പല സ്ഥലങ്ങളുടെ പേരും അങ്ങനെയൊക്കെയാണ്. നമ്മളിതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളിതിൻ്റെ അകത്ത് കയറിയിരുന്ന തന്നെ ആദ്യം തന്നെ കണ്ടത് ഐഫിൽ ടവറാണ്. അതിൻ്റെ ഒരു മോഡൽ ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതേ പറഞ്ഞത് പല രാജ്യത്തിലുള്ള പല കാര്യങ്ങളും ഇവിടെ ചെറിയ രീതിയിൽ അവരിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ മുകളിലേക്ക് കയറി. ഇവിടെ തന്നെ ഒരു ഗേറ്റ് കണ്ടില്ലേ, ലണ്ടൻ എന്നൊക്കെയാണ് ഒരു ഗേറ്റിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. പിന്നെ അടുത്തൊരു സ്ഥലത്ത് നമ്മൾ ലാൻഡ് ചെയ്യും, അവിടെ വേറൊരു പേരുണ്ട്. അതായത് ഓരോ രാജ്യത്തിൻ്റെ പേരൊക്കെയാണ് ഓരോ ഫ്ലോറിനൊക്കെ ആയിട്ട് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ എസ്കലേറ്ററിൽ കയറി ഇറങ്ങുമ്പോൾ ഇപ്പം നമ്മൾ ഇറ്റലിയിലേക്കാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇറ്റലിയിൽ നിന്നുള്ള ഫ്ലോർ എത്തുമ്പോഴേക്കും ഇവിടെ നമുക്ക് ഇറ്റലിയിലുള്ള ബെൽ ടവർ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതിൻ്റെ ഒരു മോഡൽ ഇവരിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഫുഡൊക്കെ കഴിക്കണം. അങ്ങനെ നമ്മൾ ഫുഡ് കോർട്ടിലേക്കാണ് പോകുന്നത്. ഇവിടെ ആകുമ്പോൾ നമുക്ക് KFC, മെക്ഡി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിനടുത്ത് നമ്മൾ KFC അങ്ങനെ കണ്ടുപിടിച്ചു. നമ്മൾ ലൈറ്റായിട്ട് ഫുഡൊക്കെ കഴിക്കാൻ നമ്മൾ വിചാരിക്കുന്നത്. ഇവിടെ നമുക്ക് കഴിക്കാൻ പറ്റിയ പോലത്തെ ഫുഡ് നമുക്ക് KFC നിന്ന് മാത്രമേ കിട്ടും. വേറെ ഷോപ്പുകളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ബാക്കിയൊക്കെ ഇവിടുത്തെ സ്റ്റൈൽ ഫുഡുകളായിരുന്നു. ഇനി നമുക്ക് ഇവിടെ നേരെ പോകാനുള്ളത് വാക്കിംഗ് സ്ട്രീറ്റിലേക്കാണ്. അതിനിടയിൽ ഈ മാളിൽ ബാക്കിയുള്ള സ്ഥലങ്ങളും കൂടി ഒന്ന് ചുറ്റി കാണാനുണ്ട്. ഏത് കൺട്രിയിലുള്ളതെന്നറിയില്ല. ഇവിടെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹാങ്ങിങ് ബ്രിഡ്ജ് മാത്രമല്ല, അതിൻ്റെ അകത്ത് വണ്ടിയും കാര്യങ്ങളും ചെറിയ കാറുകളും അതിൻ്റെ കംപ്ലീറ്റ് ഇവരിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് ഏത് കൺട്രിയാണെന്ന് അറിയുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മളിപ്പം ടോക്കിയോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേറൊരു ഫ്ലോർ ഇവർ ടോക്കിയോ എന്നാണ് നെയിം ചെയ്തിട്ടുള്ളത്. അറൈവൽ 2 എന്നൊക്കെ പറഞ്ഞ് ഒരു ഗേറ്റിൻ്റെ പേര് പോലെ ഇവർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ പോയിട്ട് പുറത്തേക്കൊന്ന് പോകണം. ഇവരിവിടെ പുറത്ത് ഫ്ലൈറ്റിൻ്റെ ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തിക്കുമ്പോൾ കുറേ ലഗേജ് ഒക്കെ ഇങ്ങനെ അട്ടിക്ക് വെച്ചോത്തൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പുറത്ത് നമ്മൾ ഓൾറെഡി വരുമ്പോൾ ഒരു ഫ്ലൈറ്റ് കണ്ടിരുന്നു. പക്ഷെ അത് മാത്രമല്ല, വേറെയും ഫ്ലൈറ്റ് ഉണ്ടെന്ന് കേട്ടു. പക്ഷെ പുറത്തിറങ്ങി നോക്കുമ്പോൾ ഫ്ലൈറ്റ് മാത്രമല്ല, പാസഞ്ചർ ബോർഡിംഗ് ബ്രിഡ്ജ്, ഈ സാധനങ്ങളൊക്കെ ഇവരുടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല സൈസ് തന്നെയാണ്. ശരിക്കും ഒരു ഏകദേശം ഒരു ഫ്ലൈറ്റിൻ്റെ സൈസ് തന്നെയുണ്ട്. അങ്ങനെ ഏതായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരെ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് പോകുന്നതാണ്. വാക്കിംഗ് സ്ട്രീറ്റ് എത്താനാകുമ്പോൾ നമുക്ക് കുറേ റെസ്റ്റോറൻറ്റുകളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ നമ്മുടെ നാട്ടിൽ ഓട്ടോ പോലെ ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ് ഇവിടെ ഇതിനെ ടുക് ടുക് എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വേറെ റെസ്റ്റോറൻറ്റ് കണ്ടു. ഫുൾ ഓപ്പൺ ആണ്, ഫുൾ ലൈറ്റിംഗ് ആണ്, മേലെ ഫുൾ ആകാശമാണ്. അങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ഒന്നുമില്ല. കുറച്ച് ദൂരം പോകുമ്പോൾക്ക് നമ്മൾ ഏകദേശം നമ്മൾ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് വണ്ടി എവിടെയും പാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഇവിടത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ ക്രൗഡ് കുറച്ച് കുറവാണ്. എനിക്ക് തോന്നുന്നു വീക്കെൻഡ് ഒന്നും അല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ക്രൗഡ് കുറവ്. സ്ട്രീറ്റിൻ്റെ അകത്ത് കയറിയപ്പോൾ ആദ്യം തന്നെ കണ്ടത് മറ്റേ ബോൾ ത്രോ ചെയ്യുന്ന ഗെയിമാണ്. അവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ പിന്നെയുള്ളതൊക്കെ കംപ്ലീറ്റ് പബ്ബുകളാണ്. റോഡിൻ്റെ രണ്ട് സൈഡും പബ്ബുകളാണ്. കുറേ ആൾക്കാർ ഇങ്ങനെ വിളിച്ച് കയറ്റുന്നുണ്ട് പബ്ബിലേക്ക് വേണ്ടിയിട്ട്. അവരുടെ ബോർഡൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അതായത് അവിടെയുള്ള അവർ വിൽക്കുന്ന ഡ്രിങ്ക്സിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. എല്ലാ പബ്ബുകളും കുറേയൊക്കെ ഓപ്പൺ ആണ്. നമുക്കിവിടെ പുറത്ത് നിന്നാൽ തന്നെ കാണാം ഇതിലുള്ള ലൈറ്റിങ്ങും ഡാൻസും പാർട്ടിയും പരിപാടികളൊക്കെയും. പിന്നെ നമ്മൾ കണ്ടുവന്ന ഒരാൾ ഇവിടെ സ്ട്രീറ്റിൽ നിന്ന് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് ആളുകളൊക്കെ കൂടിയപ്പോൾ അയാൾ കുറച്ച് മാജിക് ഐറ്റംസ് ഒക്കെ കാണിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മളും അതൊക്കെ കാണാമെന്ന് വെച്ചാൽ അവിടെ തന്നെ നിന്നു.
മാജിക് ഷോ ഒക്കെ കഴിഞ്ഞ് മുന്നോട്ട് കടന്നപ്പോഴാണ് നമ്മൾ ഇത് കണ്ടത്. ഇവിടെ കുറച്ച് പെറ്റ്സ് ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ വെച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. പെറ്റ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഇത് അലൗഡ് ആണോ അറിയില്ല. അതുപോലത്തെ പെറ്റ്സ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. കാരണം പാമ്പിനെ വരെ ഇവിടെ ഇവർ വെച്ചിട്ടുണ്ട്. പാമ്പിനെ വരെ നമുക്ക് നമ്മുടെ തോളിലൊക്കെ ഇട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ഒന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ കഴിയും. 100 ബാത്ത് അങ്ങനെയാണ് അവർ ഇതിനു വേണ്ടി ഇവിടെ ചാർജ് ചെയ്യുന്നത്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു ഇറങ്ങി നമ്മൾ നേരെ നമ്മുടെ റൂമിൻ്റെ അടുത്തേക്ക് തിരിച്ചെത്തി. ഇത് റൂമിൻ്റെ തൊട്ടടുത്തുള്ള സ്ട്രീറ്റ് ആണ്. ഇവിടെ ഈ സമയത്തൊക്കെ നല്ല ആൾക്കാരുണ്ട്. ഏകദേശം സമയം ഇപ്പം 12 മണിയായി. അപ്പം നാളെ രാവിലെ ഇനി നമ്മൾ ഇവിടുന്ന് ബിഗ് ബുദ്ധ ടെമ്പിളും കണ്ട് ബാങ്കോക്കിലേക്ക് പോകും.